പറഞ്ഞു മുനമ്പം വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മുനമ്പത്തെ വിഷയം സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ വഖഫ് ബോർഡിനും 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുഴുവൻ ക്രൈസ്തവ സംഘടനകളും അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുത്, മുനമ്പത്ത് നിന്ന് ഇറക്കി വിടരുത്, അവർക്ക് അവിടെ ഒരു പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച ഒരു തർക്കവും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുമില്ല, ഒരു മതസംഘടനകളുടെ പേരിലുമില്ല. അതിൻ്റെ മറവിൽ വഖഫ് ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഞങ്ങൾ ചോദിക്കുന്നു, ഈ വഖഫ് ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മുനമ്പത്തെ വിഷയം തീരുമോ? തീരാൻ അതിന് മുൻകാല പ്രാബല്യമില്ലല്ലോ, തീരില്ല. എന്നിട്ടും BJP അത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തി ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി ആ രണ്ട് മതങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞു, വഖഫ് ബില്ല് പാസ്സായാൽ അതിൻ്റെ പുറകെ ചർച്ച് ബില്ല് വരും. നിങ്ങളെല്ലാം അറിയണം, RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ലേഖനമാണ്. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കണം, നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RSSൻ്റെ മുഖപത്രത്തിൻ്റെ വെബ് പോർട്ടലിൽ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ, സർക്കാരിതര ഭൂ ഉടമ കാത്തലിക് ചർച്ചാണെന്നാണ് പറഞ്ഞത്. കാത്തലിക് ചർച്ചാണെന്നാണ്. 7 കോടി ഹെക്ടർ സ്ഥലത്തിൻ്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച്. എല്ലാവരും കൂടി 7 കോടി ഹെക്ടർ, അതായത് 17.29 ഏക്കർ, കോടി ഏക്കർ. വെറും 17.29 ഏക്കറല്ല, 17.29 കോടി ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച്. അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം എന്ന് RSS പറഞ്ഞിരിക്കുക. RSSൻ്റെ മുഖപത്രത്തിൽ RSSൻ്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസ്സാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ചുപിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.